നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. കൃത്യമായ ചോദ്യമാണ്, എന്തുകൊണ്ട് ജൊനാഥൻ ടാക്ക് റെഡ് കാർഡ് കൊടുത്തില്ല? അയാൾ എങ്ങനെ റെഡ് കിട്ടാതെ രക്ഷപ്പെട്ടു? റഫറിയും വാറിലിരിക്കുന്നവരും ഒക്കെ എന്താണ് ചെയ്യുന്നത്? കളിയുടെ 70-ാമത്തെ മിനിറ്റിലാണ് ഇത് സംഭവിക്കുന്നത്. റയൽ മാഡ്രിഡ് വേഴ്സസ് ബയേൺ മ്യൂണിക്ക് മത്സരം. പുറകിലൂടെ വന്നിട്ട് എംബാപ്പയെ ടാക്കിൾ ചെയ്യുമ്പോൾ അയാളുടെ കാലിങ്ങനെ പൊങ്ങിയിട്ട്, അതായത് ബൂട്ടിങ്ങനെ ഹൈ ആയിട്ട് എംബാപ്പയുടെ കാഫിന് കൊള്ളുകയാണ്. ഡേഞ്ചറസ് ഫൗളാണ്. എംബാപ്പയുടെ സോക്സ് കീറുന്നുണ്ട്, അവിടെ ഒരു ചെറിയ കട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വീഴുന്നുണ്ട്. റഫറി പക്ഷേ അതിന് റെഡ് കാർഡ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ക്ലിയർ റെഡ് കാർഡാണ്, ഒരു സംശയവും വേണ്ട. എന്നാൽ അത് സംഭവിച്ചില്ല. 10-20 മിനിറ്റ് ബയേൺ മ്യൂണിക്ക് ആളെണ്ണം കുറഞ്ഞ് 10 പേരുമായിട്ട് സാന്റിയാഗോ ബെർണാബുവിൽ കളിക്കേണ്ടി വന്നേനെ. അതിൽ നിന്ന് അവരെ രക്ഷിച്ചെടുത്തത് റഫറിയാണെന്ന കാര്യത്തിൽ തർക്കമേയില്ല. കളിക്ക് ശേഷം അതിശക്തമായ ഭാഷയിൽ ഇതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് റയൽ മാഡ്രിഡിന്റെ കോച്ച് അൽവാരോ അർബിലോവ പറയുന്നത്, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ടാ വാസ് ഇൻ സെൻഡ് ഓഫ് ഫോർ ഹിസ് ടാക്കിൾ ഓൺ എംബാപ്പയുടെ നേരെ ജൊനാഥൻ ടാ നടത്തിയ ടാക്കിളിന് എങ്ങനെ അയാൾ റെഡ് കാർഡ് കിട്ടാതെ, എങ്ങനെ അയാൾക്ക് സെൻഡ് ഓഫ് കിട്ടാതിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഷൂമനിക്ക് എന്തിന് യെല്ലോ കാർഡ് കൊടുത്തു? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തിരിച്ചടിയാണ്. അടുത്ത കളിക്ക് അദ്ദേഹത്തിന് സസ്പെൻഷനുമാണ്. സോ ഇനി അതിനെ ഞങ്ങൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ എന്നുകൂടി കോച്ച് പറയും. തീർച്ചയായിട്ടും എങ്ങനെയാണ് ജൊനാഥൻ ടാക്ക് റെഡ് കാർഡ് കൊടുക്കാതിരുന്നത് എന്നുള്ളത് ഒരു മിസ്റ്ററി തന്നെയാണ്. ഏതായാലും ഇവിടെ കോച്ച് അൽവാരോ അർബിലോവയുടെ കാര്യത്തിൽ 6ാം തോൽവിയാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. ഇപ്പോൾ ഈ സീസണിൽ റയൽ മാഡ്രിഡിൻ്റെ തോൽവികൾ നോക്കിയാൽ സാബി അലോൺസോയുടെ കീഴിൽ 28 കളി കളിച്ചിട്ട് 5 തോൽവിയാണെങ്കിൽ അർബിലോവയുടെ കീഴിൽ 19 കളികളിൽ നിന്ന് 6 തോൽവിയായിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.